കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ച ഞാൻ പോകുന്ന നേരത്ത് എന്ന നാടകം അവതരണം കൊണ്ടും പ്രമേയം കൊണ്ടും ശ്രദ്ധേയമായി. ജർമ്മൻ നാടക നിർമ്മാതാവ് ലിയോൺ ഫാൻമുള്ളറുമായി സഹകരിച്ച് പ്രശസ്ത നാടക പ്രവർത്തകൻ ശങ്കർ വെങ്കടേശ്വരനാണ് ഞാൻ പോകുന്ന നേരത്ത് ഒരുക്കിയത്. പരീക്ഷണ നാടകവേദിയിലെ മറ്റൊരനുഭവമാണ് ഞാൻ പോകുന്ന നേരത്ത്. You're cheating! No, sorry. I just got carried away from the sound. It reminded me of my last breath. പ്രേക്ഷകനോട് സംവദിക്കാൻ നിശബ്ദത തന്നെ ധാരാളമാണെന്ന് അരങ്ങിൽ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ശങ്കർ വെങ്കടേശ്വരൻ. ജർമ്മൻ നാടക നിർമ്മാതാവ് ലിയോൺ ഫാൻമുള്ളറുമായി സഹകരിച്ച് ശങ്കർ സംവിധാനം ചെയ്ത ഞാൻ പോകുന്ന നേരത്ത് എന്ന നാടകം ഇതിനകം യൂറോപ്പിൽ 20 ഷോകളും ഇന്ത്യയിൽ നിരവധി ഷോകളും നടത്തിയതിനു ശേഷമാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെത്തിയത്. സ്വന്തം അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയ നാടകം മരണത്തിന്റെ ഗന്ധം അനുഭവിപ്പിച്ചാണ് അരങ്ങിന് കീഴടക്കിയത്. ശങ്കർ വെങ്കടേശ്വരനും ലിയോണും അവരായി തന്നെയാണ് അരങ്ങിലെത്തുന്നത്. ഇതൊരു പുതിയൊരു നാടക സൃഷ്ടിയുടെ ഒരു രീതിയാണ്. ആത്മകഥാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ടെക്സ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. എല്ലാം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ മുൻകാലങ്ങളിൽ എഴുതിയിട്ടുള്ള പല കാലങ്ങളിലും പല കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് എഴുതിയിട്ടുള്ള ഡയറികളും കുറിപ്പുകളും നോട്ടുകളും പോസ്റ്റ് കാർഡും അതിലൊക്കെയുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇതിനകത്ത് ടെക്സ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ രചനയിൽ തന്നെ ഒരു പുതിയൊരു പരീക്ഷണമാണ്. അതായത് നമ്മളുണ്ടാക്കുന്ന ഫിക്ഷൻ്റെ ലോകത്തിൽ സത്യമുള്ള വാക്കുകളും വരികളും അനുഭവങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു രചനയാണത്. മരണത്തിന് ശേഷം തങ്ങളുടെ ജീവിതത്തിലെ മരണനിമിഷങ്ങളെക്കുറിച്ചാണ് പിന്നീട് പ്രേക്ഷകനോട് സംവദിക്കുന്നത്. തങ്ങളുടെ തന്നെ ഡയറി കുറിപ്പുകളും പോസ്റ്റ് കാർഡുകളും മുതൽ ഒരു കാലിൻ്റെ ഭാഗമായ ഒരു സ്റ്റീൽ കമ്പിയും വരെ നാടകത്തിൻ്റെ പ്രോപ്പർട്ടിയാവുന്നു. 11. November. Besuch zu Hause mit meiner Freundin. നാടകം ഫിക്ഷനുമായി ഇഴചേർന്നിട്ടുണ്ടെങ്കിലും ജീവിച്ചിരുന്ന അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാടകം എന്നതാണ് സവിശേഷത. കൃത്രിമത്വമുള്ള ഭാഷയ്ക്കപ്പുറം അരങ്ങിൽ പുതിയൊരു ഭാഷ കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ പരീക്ഷണ നാടകമെന്ന് ശങ്കർ വെങ്കടേശ്വരൻ പറയുന്നു. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.